Hello guys. Welcome back to Kunju's Dream World. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോകണം കേട്ടോ. ട്രിപ്പ് നമ്മളിപ്പം 3:30 ഇപ്പം 3:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച, ഇന്ന് ബുധനാഴ്ച 3 മണിക്ക്, അതായത് 10-ാം തീയതി ബുധനാഴ്ച 3 മണിക്കാണ് 3:30ക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ട്രിപ്പാണ്. 2 ദിവസം ഇന്ന് പോയി നാളെ വൈകുന്നേരത്തിനുള്ളിൽ എന്താണെന്നുള്ളത് വഴി അതിന് മുമ്പേ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ട് വേണം പോകാൻ. നേരെ ഫുഡ് കഴിക്കാനായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ഇറക്കാം. ഓക്കെ ഗൈസ്, ഇതാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നമുക്ക് മെയിൻ ഫുഡ് കഴിക്കാൻ സമയമില്ല. പറ ടിക്കറ്റിന്റെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ട്രെയിനിനാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ ഇതായിട്ട് അടിച്ച് വീശില്ല മുട്ടയാ ഫുള്ളുണ്ടോ. അപ്പോൾ അതാണ് സംഭവം. നമ്മൾ കഴിക്കട്ടെ. അപ്പോൾ ഇത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് വണ്ടി സേഫായിട്ട് വെക്കും കേട്ടോ. ഇങ്ങനെ ഒരു എമൗണ്ട് പേ ചെയ്തിട്ട് ഒരു ദിവസത്തെ 1 വെച്ചാൽ 4 എടുക്കുന്നത് വരെ 50 രൂപയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ ഗൈസ് ഏട്ടനുണ്ടായിരുന്നു ഫോണും നോക്കി നടക്കുന്നത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടിയത് ജനറലാട്ടോ. കാരണം നമുക്ക് ബുക്ക് ചെയ്യാൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജനറലാണ് അവിടെ വന്നിട്ട് ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ ഇതാ നമ്മളൊന്ന് അത് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നു, ആ മുട്ടേൻ്റെ. അത് കഴിഞ്ഞിട്ട് നമ്മളിതൊരു സമൂസയും കൂടെ വാങ്ങിയിട്ട് അവിടുന്ന് കഴിക്കുന്ന കേട്ടോ. അതായത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു സമൂസയും കൂടെ കഴിക്കുന്നുണ്ട്. പിന്നെ അത് ബാലൻസ് വന്ന പൈസക്ക് 5 രൂപേൻ്റെ കടല മുട്ടയും കൂടെ വാങ്ങി. അപ്പോൾ ഗൈസ് നമ്മൾ ആടുന്നൊരു സാധനം മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഇടുന്നൊരു സമൂസയും കൂടെ മേടിച്ച് ചേട്ടനന്താ വെള്ളം കൂടെ കുടിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രെയിൻ ഇപ്പോൾ വരും. പിന്നെ നമ്മൾ എവിടെയാണ് പോകുന്നതെന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളവിടെ എത്തുമ്പോൾ രാത്രി ആകുമായിരിക്കും. ഇപ്പം 5:30 ആയല്ലോ. 9:00 പറയാത്ത ട്രെയിൻ എത്തുമ്പോൾ സമാധാനമില്ല, സീറ്റ് കിട്ടുമ്പോൾ സമാധാനമില്ല. സീറ്റൊന്നും കിട്ടില്ല, ജനറലോ. അപ്പോൾ നമുക്ക് എന്തായാലും കാണാം കേട്ടോ. അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. ട്രെയിൻ വന്നപാട് നമ്മൾ വേഗം ഫസ്റ്റ് തന്നെ തുള്ളിച്ചാടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പം ഏട്ടൻ അപ്പുറത്തെ സൈഡിൽ, ഞാൻ ഇപ്പുറത്തെ സൈഡിലിരുന്ന് ആയിരുന്നു. എന്നാലും നമുക്ക് സീറ്റ് ഒരുവിധം കിട്ടി. അങ്ങനെ നമ്മൾ പിന്നെ കുറേ മുന്നോട്ട് പോയപ്പോൾ നമ്മളൊരു ചായയും ഒരു സമൂസയും ഒരു പരിപ്പുവടയും കൂടെ വാങ്ങിയിട്ട് അതുകൂടെ കുടിച്ചു. കാരണം നമ്മളിന്ന് ഫുഡ് അറിയുന്നത് ആകെ ഈ ഒരു എണ്ണക്കടികൾ മാത്രമായിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. അപ്പം നമ്മളിത് ഓരോ സ്ഥലത്ത് എത്തിയപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പട്ടാമ്പി എത്തിയ സമയത്താണ് ഈ വീഡിയോ എടുത്തത്. അത്യാവശ്യം അന്നേരം എല്ലാവരും പോയി, നമ്മൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മൾ ആദ്യം ഇരുന്ന സീറ്റിൽ ആ അയ്യപ്പന്മാരെ, മലക്ക് പോകുന്ന അയ്യപ്പന്മാരെ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെ അതായിരുന്നു. അപ്പോൾ അവർ കുറേ ആൾക്കാരുള്ളതുകൊണ്ട് നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നിരുന്നു കേട്ടോ. അപ്പം അവർ കുറേ ആളുണ്ടായിരുന്നു. അപ്പം നമ്മൾക്കൊരു പ്രൈവസി വേണ്ടതുകൊണ്ട് നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്നിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് വടയും ചട്നിയും കൂടെ വാങ്ങിയിട്ട് അതും കൂടെ കഴിച്ചേട്ടാ. പിന്നെ ഇതൊരു ഫ്രൂട്ടി പോലത്തെ ആ മാംഗോൻ്റെ അതും കൂടെ വാങ്ങി അത് നന്നായിട്ട് അടിച്ച് വീശലാണ് കഴിച്ചത്. വേറെ ഒന്നും കഴിച്ചിട്ടില്ല, കാരണം ഇതാണ് ആകെ നമ്മൾ കഴിക്കുന്നത്. അപ്പം എന്തോ നല്ലതാണോ മോശം അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളങ്ങ് തട്ടി കഴിക്കില്ല. അങ്ങനെ ഇതാ നമ്മൾ എത്തേണ്ട സ്ഥലം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇറങ്ങാൻ നേരത്ത് ജസ്റ്റ് ഒന്ന് ഉറക്കപ്പിച്ചിലാണ് ഗൈസ്. 12 മണിയായി നമ്മളെത്തും. ട്രെയിന് 1 ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ വന്ന ട്രെയിനാണ് കേട്ടോ. പോയ നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഗുരുവായൂരേക്കാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂരേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അടുത്തത്. പിന്നെ ഒരു ഒരു കാര്യം പറയുന്നുള്ളൂ. ട്രെയിൻ കിട്ടുമോന്ന് അറിയില്ല, നോക്കണം. നമുക്ക് ടിക്കറ്റ് എടുക്കാൻ നമുക്ക് ട്രെയിന് കിട്ടുമെന്ന് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം നമ്മൾ വന്ന ട്രെയിന് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇനിയുള്ള ഗുരുവായൂരേക്കുള്ള ട്രെയിനും ലേറ്റ് ആയിട്ടാണുള്ളത്. അങ്ങനെ ഒരുവിധം നമുക്ക് ഗുരുവായൂരേക്കുള്ള ട്രെയിന് കിട്ടി കേട്ടോ. ട്രെയിൻ ലേറ്റ് ആയത് കാരണമാണ് നമുക്കത് കിട്ടിയത്, അല്ലെങ്കിൽ നമുക്കത് കിട്ടുകയില്ലായിരുന്നു. അങ്ങനെ ഇതാ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് വേറൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്ന ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി അപ്പുറം പോയി ഈ നടത്താണ്, ഈ ലഗേജും തൂക്കിയിട്ടുള്ള നടത്താണ് ഇത്. കാരണം വെച്ചാൽ അത്രയും ലേറ്റായി, ഉറക്കക്ഷീണം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഇതാ നമ്മൾ അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്.
പിന്നെ ഇതാ ഗുഡ്സ് തീവണ്ടിയാണ് കേട്ടോ, ചരക്ക് തീവണ്ടി. എത്ര 1 മിനിറ്റും 40 സെക്കൻഡായിട്ടും വീഡിയോസ് ഉണ്ടായിരുന്നു. അത് ചുരുക്കി ഞാൻ ഇത്രയാക്കിയത്, അത് കണ്ടപ്പോൾ ഒന്ന് ഇടണം തോന്നി. അപ്പോൾ ഗൈസ് നമ്മൾ ഗുരുവായൂരേക്കുള്ള ട്രെയിൻ കയറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. ഏട്ടൻ ഒരു സീറ്റ്, ഞാനും ഏട്ടനും കൂടെ വിൻഡോ സീറ്റിൽ ഇരുന്നിട്ടുള്ളത്. അപ്പം നമ്മളിനി അടുത്തത് ഗുരുവായൂരെത്തി, അവിടുന്ന് ഫ്രഷായി അപ്പം തന്നെ കയറും കേട്ടോ. നമുക്ക് വേറൊരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അവിടെ രാവിലത്തെ എന്താ പറയാ, നീർവേലിയോ എന്താ അങ്ങനെ എന്തോ പറയും, അതിനാണ് നമ്മൾ കയറുന്നത്. എൻ്റെ വിചാരം ഇവിടെയാണ് ക്യാമറ, പക്ഷെ ഇവിടെയാണ് ഗൈസ്. നമുക്ക് കാണാട്ടോ. അപ്പൊ ഇത് ഗൈസ് നമ്മൾ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടത് അന്നെ കൂട്ടാണ്ട് മുന്നിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മൾ ഇനി നേരെ ഗുരുവായൂർ ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്തിട്ട് ഫ്രഷ് ആയിട്ട് വേണം അമ്പലത്തിൽ പോകാൻ. ഇപ്പം സമയം കണ്ട 12:30 ആയേട്ടാ. അപ്പോൾ നമ്മൾ നേരെ ഇനി റൂം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഉറക്കൊന്നും വരുന്നില്ല, പക്ഷെ നമ്മൾ ഇന്ന് ഉച്ച മുതൽ ഒരു ഫുഡും കഴിച്ചിട്ടില്ല. ഇതിൽ കാണിച്ച ആ സമൂസയും ആ സംഭവങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊന്നുമില്ല. അതിലടക്കം അതെല്ലാം തിന്നോണ്ടായിരിക്കാം. പിന്നെ വെള്ളം കുറേ കുടിച്ച് നമ്മൾ റൂമെല്ലാം എടുക്കാൻ പോട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ട്രെയിൻ ഇറങ്ങിയപ്പോൾ തൊട്ട് നടക്കാൻ തുടങ്ങിയതാട്ടോ. ഒരു 5 മിനിറ്റൊന്നും ആയിട്ടില്ല. അപ്പം ഫുള്ളെല്ലാവരും ട്രെയിൻ ഇറങ്ങിയിട്ട് നടക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളും എല്ലാവരുടെ കൂടെയും വഴിയൊന്നും അറിയാതെ, വിജിലെ വഴിയൊന്നും അറിയാതെ ഇതാണ്ട് ഗൂഗിൾ മാപ്പും വെച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പം നടന്നിട്ട് പോകാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടോ. അവരും എത്ര 1 കിലോമീറ്റർ ഇല്ല അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ നടന്ന് പോവുകയാണ്. ഒരു രസമല്ല എല്ലാവരും കൂടെ. അപ്പം 1 മണിക്കെല്ലാം നടക്കാൻ അല്ലേട്ടാ. ഞാനിതാകെ ഈ ഒരു വേഗ് മാത്രമാണ് കേട്ടോ. ഏട്ടൻ ആ വേഗം വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എല്ലാവരും നടക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നടക്കലാണ് രസം. അപ്പോൾ നമുക്ക് റൂം കാണാം കേട്ടോ. റൂം എടുക്കണം, നോക്കട്ടെ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതാട്ടാ ഫുള്ള് കച്ചവടക്കാരും ഇതും അമ്പലത്തിൻ്റെ ഏകദേശം അടുത്ത് നമ്മളെത്തിയാട്ടാ. ഫുള്ള് തിരക്കാണ്. സ്വാമിമാരെയൊക്കെ തിരക്ക് 2 സൈഡ് ഇങ്ങനെ. ഗൈസ് നമ്മൾ റൂം എടുത്തിട്ടുണ്ട്. ഇതാണ് റൂം, നമുക്ക് റൂം കാണാം. അപ്പോൾ ഇതാട്ടാ സിംഗിൾ ഒരു ബെഡും പിന്നെ ഷെൽഫും കാര്യങ്ങളും, ഒരു സോഫ, പിന്നെ ഒരു ബാത്റൂം, ചെറിയൊരു ബാത്റൂം കേട്ടോ, ചെറിയൊരു ബാത്റൂം. ഇതാണ് റൂം കേട്ടോ. നമ്മൾ തൽക്കാലത്തേക്ക് കുളിച്ചിട്ട് ഫ്രഷ് ആവുന്നേ ഉള്ളൂ, ഇവിടെ കിടക്കുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സിംഗിൾ റൂം എടുത്തത്. കുഴപ്പമില്ല, അത്യാവശ്യം ഒരു ചെറിയ റൂം കേട്ടോ. ചെറിയ റേറ്റേ വരുന്നുള്ളൂ, 800 റുപ്യ അങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. ഇതാണ് റൂം. നമുക്കൊരു ടവൽ, 2 മെഡിമിക്സിൻ്റെ കുഞ്ഞ് സോപ്പൊക്കെ തന്നിട്ടുണ്ട് കുളിക്കാൻ. അപ്പോൾ ഏട്ടൻ മറ്റേ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ള ഏട്ടനെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഗൈസ് നമ്മളിതാ റെഡിയായി. ഏട്ടനെ ഇതാ സെറ്റ്. ഓ എനിക്ക് വയ്യ, അത് വിളിച്ച്. അപ്പം ഞാനൊരു ചുരിദാറാണ് കേട്ടോ, എൻ്റെ ചുരിദാർ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ഒരു കാലിച്ചായ കുടിക്കാനാണ്. അവിടെ പോയിട്ട് നേരെ അമ്പലത്തിലേക്ക് പോകുക കേട്ടോ ചെയ്യാം. അപ്പം പോകാം. അപ്പോൾ ഗൈസ് നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ടുള്ള മസാല ദോശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സമയം എത്രയെന്നറിയാം, 2:30. മസാല ദോശ ഇട്ടുണ്ട് കേട്ടോ. അതാണ് മസാല ദോശ. ചട്നി ഒഴിച്ചിട്ടുണ്ട് മസാല ദോശേൻ്റെ ഉള്ളിൽ നിന്ന്. എത്ര പൊടി മസാലയിലും. പിന്നെ എന്താ ചായക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ അമ്പലത്തിലേക്കുള്ള പോക്കാട്ടോ. മസാല ദോശ 2 മണിയായി. 2 മണിക്കെല്ലാം തിന്നിട്ടൊക്കെ ഭയങ്കര അസ്വസ്ഥത. ഇതാണ്. അപ്പം നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോക്കാട്ടോ. അപ്പം നമ്മൾ ചെരുപ്പൊക്കെ കഴിച്ചിട്ടാട്ടോ, റൂമിൽ തന്നെ ചെരുപ്പൊക്കെ കഴിച്ചിട്ടിട്ടാണ് പിന്നെയും പോകുന്നത്. അപ്പോൾ ചെരുപ്പൊക്കെ അവിടെ വെക്കാനും ക്യൂലെല്ലാം നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് നമ്മൾ അമ്പലത്തിലേക്ക് പോവാണ്. ഇപ്പം സമയം 3:15 കേട്ടോ. അപ്പോൾ ഇതാട്ടോ നമ്മൾ അമ്പലത്തിലേക്ക് പോക്കാം. അമ്പലത്തിൽ പാട്ട് വെച്ചിട്ടുണ്ട്, കോപ്പിറൈറ്റ് വരുമോയെന്ന് അറിയില്ല. അപ്പം അമ്പലത്തിൽ ഫോൺ എടുക്കാൻ പറ്റൂല കേട്ടോ. നമ്മൾ ക്ലോക്ക് റൂമിൽ വെക്കുകയോ ചെയ്യുക ഫോണൊക്കെ, അല്ലേ ഏട്ടാ? ചിലപ്പോൾ ഞാൻ വെക്കും.
ഇത് കിഴക്കേ നടയാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് കിഴക്കേ നടയിലാണ്. നമ്മൾ ഏതെല്ലാം വഴിയിലൂടെ ഏതെല്ലാം സ്ഥലത്ത് എത്തുക ചെയ്തേ. എല്ലാ സ്ഥലവും ഒരുപോലെ ഉണ്ട് കേട്ടാ. ഏട്ടാ എനിക്ക് മറ്റേ താമര അങ്ങനത്തെ സംഭവങ്ങളില്ലേ, അങ്ങനത്തെ എല്ലാം പ്രസാദമായിട്ട് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ സംഭവം കേട്ടാ. ഇത് പിടി, ഞാൻ വാങ്ങുന്നത് ഒരു താമരമുട്ടി, 2 പഴം, പട്ട്, ചുവന്നപട്ടും മഞ്ഞപ്പട്ട. ഈ മഞ്ഞപ്പട്ടിന്റെ ഇതിലാണ് ഞാൻ ഈ കുപ്പായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ദർശനം കണ്ട് 2 പ്രാവശ്യം കണ്ടോട്ടോ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ 3 മണി തൊട്ട് ക്യൂ നിൽക്കുന്ന 6 മണിയായപ്പോൾ ദർശനം കിട്ടിയേട്ടാ. 6 മണിക്ക് മുന്നേ കിട്ടി. അപ്പോൾ 1.5 മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ നിന്നിട്ടുണ്ടായിനി. എന്നിട്ട് പിന്നെ നമ്മൾ ഈ അമ്പലത്തിൽ തന്നെയുള്ളൊരു ദ്വാരക ഹോട്ടലിൽ കയറി ചായയും ഒരു വടയും കൂടെ കഴിച്ചിട്ട് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ ഫോൺ നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടുണ്ടായിട്ട്. അപ്പം നമ്മളിനി അടുത്ത നേരെ റൂമിൽ പോയിട്ട് ഒരു 5 മിനിറ്റ് കിടക്കും കേട്ടോ. ഭയങ്കര ക്ഷീണം, ഒറ്റപ്പെടെ ഉറങ്ങിയിട്ടുണ്ടായില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ ലോട്ടറി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. അമ്മ പോകുമ്പോൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ലോട്ടറി എടുത്തിട്ടേ വരാവുള്ളൂ എന്ന് കേട്ടോ. അപ്പം അഥവാ അടിച്ചാലും നമ്മളെ നാട്ടിൽ നിന്ന് ലോട്ടറി അടിച്ചാലൊന്നും അടിക്കില്ല. നമ്മൾ കേൾക്കുന്നത് കോഴിക്കോട് അടിച്ച്, അവിടെ അടിച്ച്, ഇവിടെ അടിച്ച്. അപ്പം അങ്ങനെ നമ്മളൊരു ലോട്ടറി ടിക്കറ്റും എടുത്തിട്ട് റൂമിലേക്ക് പോയിട്ട് കുറച്ച് സമയം കിടക്കും കേട്ടോ. അപ്പം നമ്മളിതാ ലിഫ്റ്റ് അടിച്ചിട്ട് മേലെ കയറും ഏട്ടാ. ഏട്ടാ ഏട്ടാ ഇങ്ങോട്ട് നോക്കേ, എന്തെങ്കിലും പറ ഗായ്സ്. കുറച്ച് സമയം ഉറങ്ങാണല്ലേ. എന്നാ അപ്പം നമുക്ക് റൂമിലെത്തും. അപ്പൊ ഗായ്സ് നമ്മൾ റൂമിൽ വന്ന് പിന്നെയും ഡ്രസ്സെല്ലാം മാറ്റി ഏട്ടൻ നടന്നത് ഡ്രസ്സ് മാറ്റി മടക്കി വെക്കുകയാണ്. ഞാനും ഡ്രസ്സെല്ലാം മാറ്റി. ഇനി നമ്മൾ നേരെ പോകുന്നത് എറണാകുളത്താണ് അല്ലേട്ടാ. അപ്പോൾ നമ്മൾ ട്രെയിന് നമുക്കില്ല, ഇനിയിപ്പോൾ ഈ സമയത്ത് ട്രെയിൻ ഇല്ല. അപ്പോൾ നമ്മൾ ഇനി ബസ്സിനാണ് തൃശ്ശൂരേക്ക് പോകുന്നത്. തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് ട്രെയിനിനാണ് പോവുക. അപ്പോൾ ആ വീഡിയോ ആണ് എനിക്ക് കാണാൻ പോകുന്നത്. നേരെ എറണാകുളത്തേക്കാണ്. അപ്പൊ ഏട്ടൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ട്രെയിനിനല്ല ബസ്സിനാ പോകുന്നത്. അത് നമ്മൾ നോക്കിയിട്ട് പോവല്ല ഏട്ടാ. ട്രെയിന് അഥവാ ബസ് ഇല്ലെങ്കിൽ ഏട്ടൻ എങ്ങനെ പോവാ? നമ്മൾ ട്രെയിനായിരിക്കും പോവാ ഗൈസ്. നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഫുള്ള് വെയിലൊക്കെ ആയി. എന്നാലും ഇവിടെ ഭയങ്കര തണുപ്പും കാറ്റുമാണ് കേട്ടോ. നല്ല കാറ്റാണ്. ഇതാ നേരെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ കണ്ടത് ബസ് സ്റ്റാൻഡ് അല്ല ഗൈസ്, അത് ഈ അമ്പലത്തിൽ വരുന്നതിന് പാർക്ക് ചെയ്ത സ്ഥലമാണ്. അപ്പം അത് ഫുള്ളാണ്. നമ്മൾ വെച്ചാൽ അതിൻ്റെ പുറകിൽ ബസ് സ്റ്റാൻഡായിരിക്കും. നോക്കുമ്പോൾ അല്ല. ഇനിയിപ്പം ബസ് സ്റ്റാൻഡ് വരുത്തിയുള്ള പോക്കാണ്. ഇപ്പം കുറച്ച് തിരക്ക് കുറഞ്ഞ പോലെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഒന്നുകൂടെ അമ്പലത്തിലേക്ക് കണ്ട് ഭഗവാനോട് നമ്മൾ യാത്ര പറയാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല പിന്നെ ഭഗവാന്റെ ഒരു ഭഗവാന്റെ മാത്രം ഒരു സാധനം കൂടിയുണ്ട്, അതും കൂടെ വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ആ സമയത്ത് ഇതാ സ്റ്റേജും പരിപാടികളുണ്ടായിരുന്നു, തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂർ വെച്ചിട്ട് കേട്ടോ. നമുക്കെല്ലാം ഇപ്പം അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവുമെന്ന് അറിയില്ല, എന്നാലും പോട്ടെ. അപ്പം നമ്മൾ നേരെ പോയത് എന്തിനാന്ന് വെച്ചാൽ നമ്മൾ പാൽപ്പായസം വാങ്ങിയിട്ടില്ലല്ലോ കേട്ടോ. അപ്പോൾ വാങ്ങണം എന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ വാങ്ങാണ്ടിക്കൽ ഉള്ളിൽ നിന്ന് ടോക്കൺ എടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ പുറത്ത് എവിടെയോ ഒരു ടോക്കൺ എടുക്കുന്ന സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. ഇതാണ് ആ ക്യൂ കേട്ടോ. പാൽപ്പായസം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ്. അപ്പോൾ ഏട്ടൻ ക്യൂ നിന്നിട്ടുണ്ട്. ആ അപ്പം നമുക്ക് അവിടെ ഇരിക്കാം, ഇവിടെ ഇരിക്കാം. ഡപ്പയില വാങ്ങി ഏട്ടൻ പായസം വാങ്ങാൻ ക്യൂ നിന്നിട്ടാ. ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസം നമ്മൾ മേടിച്ചിട്ടുണ്ട്. നല്ല ചൂടാണ്. നമ്മൾ വീട്ടിലെത്തുമ്പോൾ ഒക്കെ മോശമാവും. അപ്പം ഇപ്പം നമുക്ക് കുടിക്കണം.
ബസ് കിട്ടിയായിട്ട് ഞാൻ കയറിയില്ല. ബസ് കിട്ടിയിട്ട് ഓക്കെ ഞാൻ ഇരിക്കട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് എറണാകുളം ബസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിനാ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ എറണാകുളം എത്തിയട്ടാ. എറണാകുളത്ത് മെട്രോൻ്റെ അടുത്തേക്ക് പോക്കാണ്. അപ്പോൾ നമ്മൾ എറണാകുളത്ത് വന്നത് നമ്മളൊരു പേഴ്സണൽ ആവശ്യത്തിനാണ്. ഒച്ച ഉണ്ടാവുമോയെന്ന് അറിയില്ല, അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അല്ലേ ഏട്ടാ? അപ്പോൾ നമ്മളിനി മെട്രോയിൽ കയറാൻ പോകാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്തൊക്കെ തിന്നും, അതാണ് നമ്മളെ മെയിൻ ഉദ്ദേശം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടല്ലോ, ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ തിന്നത് മാത്രമേ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ കഴിച്ചിട്ടുള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അപ്പോൾ ഗൈസ് നമ്മൾ മെട്രോന്ന് ഇറങ്ങി. ഇതിപ്പം നമ്മളുള്ളത് എളംകുളമാണ് കേട്ടോ. എറണാകുളം എളംകുളത്താണുള്ളത്. അപ്പോൾ ഇവിടെയാണ് നമുക്കൊരു ആവശ്യത്തിന് വരേണ്ടത്. അപ്പോൾ അതെന്താണെന്ന് കാണിക്കുന്നില്ല. അപ്പം നമ്മളത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയിരിക്കും അടുത്തത് വരുന്നുണ്ടാവുക. നമ്മൾ പാൽപ്പായസം കുടിക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ പായസം കുടിച്ചത് എന്തിനാണെന്നറിയോ? വിശപ്പ് കുറച്ച് അടക്കാൻ വേണ്ടിയിട്ടോ. കാരണം ഒന്നും തിന്നിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മീൽസ് ആയിട്ടാണ് പറഞ്ഞത്. ഇപ്പം സമയം 4 മണിയായിട്ടാണ്. 4 മണിക്ക് നമ്മൾ ചോറ് തിന്നാൻ പോലെ. അപ്പോൾ നമ്മൾ ഫുഡ് എന്താണെന്ന് കാണിച്ചു തരാം ഗൈസ്. നമ്മൾ ചോറും പപ്പടവും വന്നിട്ടുണ്ട് കേട്ടോ. മീൽസിൻ്റെ കറി എന്ന് പറഞ്ഞാൽ ആദ്യം പയറ് വറവാണ് കേട്ടോ. നമ്മളെ വള്ളിപ്പയറില്ലേ, ആ വറവ്. പിന്നെ തേങ്ങ അരച്ച മീൻ കറി. മീൻ കഷ്ണങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിലും പിന്നെ ചമ്മന്തിയും നാരങ്ങ അച്ചാറും സാമ്പാറും ഒരു വഴിക്ക് കൊള്ളില്ലെങ്കിലും കുറച്ചധികം തന്നിട്ടുണ്ട്. പിന്നെ രസം, അച്ചാറ്, മോര് കറി, പച്ചടി, അവിയൽ, ഓലൻ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് ബീഫും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അപ്പോൾ ഗൈസ് നമ്മുടെ कोटयम बल्लीबोना ट्रेन नंबर 9 कृपया ध्यान दीजिए। कोटयम से होकर जाने वाली गाड़ी नंबर 16301। അങ്ങനെ ഒരു ജാഥക്കുള്ള ആളുണ്ടായിരുന്നു കേട്ടോ കണ്ണൂരേക്ക് ട്രെയിൻ കയറാൻ. അപ്പം നമ്മൾ ഓടിപ്പടിച്ച് വന്നിരുന്ന ആ ഒരു ശ്വാസമെടുപ്പാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 12 മണിയായിട്ടോ. നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിക്കാൻ പോകണം. അപ്പോൾ ഫുഡും കഴിച്ചിട്ട് വേണം നമുക്കിനി തണുപ്പത്ത് വണ്ടി തണുപ്പും ഉണ്ട്. നമുക്ക് വണ്ടി എടുക്കാൻ വന്നിട്ടുള്ള കേട്ടോ. അപ്പോൾ കണ്ണൂരെത്തിയിട്ട് നമ്മൾ നേരെ പോയത് കുഴിമന്തി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. അപ്പം നമ്മൾ പെരി പെരി അൽഫാമാണ് വാങ്ങിച്ചത്. അപ്പോൾ അവരെ ഗ്രേവിയും മയോണൈസും സോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു ചിക്കൻ കൂടെ കുടിച്ചു കേട്ടോ. കാരണം നല്ല തണുപ്പായിരുന്നു, പക്ഷേ ഭയങ്കര എരിവായിരുന്നു, അതുകൊണ്ട് അത് കുടിച്ച്. അപ്പോൾ ഗൈസ് നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. രാത്രി 1 മണി 1:30 ആയി. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ. ബൈ.